ഗാസയിൽ സമാധാനമുണ്ടായപ്പോൾ ആ കരാറുമായി ബന്ധപ്പെട്ട് കത്തുന്നത് പാകിസ്ഥാനാണ്. പാകിസ്ഥാന് വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടായിട്ടുണ്ടല്ലോ. അതിൽ ഇപ്പോൾ വരുന്ന വിവരമനുസരിച്ച് 17-ലധികം പേർ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും അവിടെ ഇങ്ങനൊരു സംഘർഷം ഉണ്ടായിരിക്കുന്നത്? ഇത് ഗാസയിൽ വെടി നിർത്തി, പാകിസ്ഥാനിൽ വെടി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് ഇവിടെങ്ങും അവസാനിപ്പിക്കുകയില്ല. ലോങ് മാർച്ച് എന്നും പറഞ്ഞാണ് അവരുടെ ഒരു സംഘടനയായിട്ടുള്ള ഈ കരാറിനെ എതിർക്കുന്ന തെഹ്രീക്ക് ലെബൈക്ക് പാർട്ടി, ആവർത്തിക്കാതെ തെഹ്രീക്ക് ലെബൈക്ക് പാർട്ടി എന്ന് പറയുന്നത്. തെഹ്രീക്കായി താലിബാനിനെ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഇത് അവരെ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടിയാണ് തെഹ്രീക്ക് ലെബൈക്ക്. ലോങ് മാർച്ച് നടത്തപ്പോൾ ആ ലോങ് മാർച്ച് തടയാൻ വേണ്ടി പോലീസ് അവിടെ നമ്മുടെ ഇവിടുത്തെ പോലെ തന്നെ ബാരിക്കേഡുകൾ വെച്ചു. ഈ ബാരിക്കേഡുകൾ ഇവർ തല്ലി മാറ്റും, മിലിറ്റൻസാണ്, തള്ളി മാറ്റും എന്നറിഞ്ഞുകൊണ്ട് വലിയ കണ്ടെയ്നറുകൾ, അതിൻ്റെ പുറത്ത് വലിയ ഭാരമുള്ള കണ്ടെയ്നറുകൾ, ഈ വന്ന ലോങ് മാർച്ചിൻ്റെ ആൾക്കാർ അതും കൂടെ തള്ളി മാറ്റാൻ തുടങ്ങി. തള്ളി മാറ്റി അവർ വിജയിച്ചു. എന്നിട്ട് ഇവർ തന്നെ പോലീസുകാരെ വെടിവെച്ചു. ഈ മരിച്ചത് 12 പേര് പോലീസുകാരാണ്. നോക്കിയോണം, തോക്കെടുക്കുക, നേരെ വെടിവെക്കുക, ഇതേ ഉള്ളു പരിപാടി, വേറെ ഒന്നുമില്ല. അതാണ് അവിടുത്തെ ജനാധിപത്യം. പാകിസ്ഥാന് സൈനികർക്കും പോലീസും ഇപ്പോൾ റെസ്റ്റ് ഇല്ലല്ലോ. ബലൂചിസ്ഥാന്റെ ആക്രമണം, താലിബാന്റെ ആക്രമണം, നേരെ വെടിവെച്ചു. 12 പോലീസുകാരെ അവിടെ കൊന്നിട്ടു. പ്രശ്നമൊന്നുമില്ല അവർക്ക്. മതമാണ് വലുത്. മതമാണ് പ്രശ്നം. ആരെ വേണമെങ്കിലും കൊല്ലാം. ലൈസൻസ് ടു കിൽ എവരിബഡി ഫോർ ദി സേക്ക് ഓഫ് ദെയർ റിലീജിയൻ. അതാണ് അവരുടെ കാഴ്ചപ്പാട്. മദ്രസകളിൽ അവരെ പഠിപ്പിച്ചു വിടുന്നത് അതാണ്. പിന്നെ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ പഠിപ്പിച്ച് പാടുന്നു, അത്രയേ ഉള്ളൂ സംഭവിക്കുന്നു. അങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുക. ഈ ലോങ് മാർച്ച് എന്ന് പറഞ്ഞത് പണ്ട് നടത്തിയിരുന്നത് മാവോ സെതൂങ്ങാണ്. ചൈനയിലെ ലോങ് മാർച്ച്. ആ പോയ വഴിക്കുള്ള ബുദ്ധവിഗ്രഹങ്ങളും പാരമ്പര്യത്തിൻ്റെതായിട്ടുള്ള സകല ബിംബങ്ങളും തച്ചുടച്ചുകൊണ്ടാണ് ആ ലോങ് മാർച്ച് മുന്നേറിയത്. അപ്പോൾ അതിൻ്റെ ഒരു മാതൃകയാണ്. അതിൻ്റെ നേരെ വിപരീത ധ്രുവത്തിലുള്ള ഇസ്ലാമിക് ഫണ്ടമെൻ്റലിസ്റ്റുകൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ ഇത് കിട്ടണം. ഇന്ത്യയിൽ എത്ര പേരെയാണ് അവർ കൊന്നിരിക്കുന്നത്? ഭീകരവാദം ഇങ്ങോട്ട് കയറ്റി അയച്ച് എത്ര പേരെയാണ് നിഷ്ഠുരം കൊന്നത്? മുംബൈ നഗരത്തിൽ വെറുതെ പോയ ആൾക്കാരെ എല്ലാം വെടിവെക്കുകയല്ലായിരുന്നു, നായ്ക്കളെ കൊല്ലുന്നത് പോലെ. നായ്ക്കളെ പോലും കൊല്ലാൻ അനുവാദമില്ലാത്ത രാജ്യത്ത് നായ്ക്കളെപ്പോലെ മനുഷ്യരെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു കസാബും സംഘവും. അപ്പം അനുഭവിക്കണം. അവിടെ ആ ദൈവം കണ്ടു നിൽക്കുകയാണിത്. അള്ളാഹ് കണ്ടു നിൽക്കുകയാണിത്. അള്ളാഹ് ഇപ്പം ഇന്ത്യയോടൊപ്പമാണ് പാകിസ്ഥാനെ. നിങ്ങളുടെ അള്ളാഹ് ഉണ്ടല്ലോ, അള്ളാഹ് എന്ന് പറഞ്ഞ് നിങ്ങൾ നടത്തുന്ന ഈ കോപ്രായങ്ങളും കോമാളിത്തരങ്ങളും, ആ അള്ളാഹ് ഇപ്പം ഇന്ത്യയോടൊപ്പമാണ്. ഞങ്ങളിതാ അഫ്ഗാനിസ്ഥാനുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചു കഴിഞ്ഞു. ഇത് മാത്രമല്ല പ്രശ്നം. ഇതിപ്പോൾ ഈ ലോങ് മാർച്ച് എന്ന് പറയുന്ന ഉടനെയെങ്കിലും തീരുകയല്ല. അവർ കീഴടങ്ങുകയില്ല. അതിപ്പോൾ അവർ ഉപയോഗിച്ചിരുന്ന അവർ കൊടുത്തിരുന്ന മരുന്നിൻ്റെ ഒരംശം ഇപ്പോൾ അവർക്ക് തിരിച്ചു കിട്ടിയിരിക്കുക. ഈ കൊലപാതക പരമ്പരകൾ, ലോങ് മാർച്ച്, ഭീകരത, ഇതെല്ലാം അനുഭവിക്കുക. ഇതുകൊണ്ട് തീർന്നില്ല. ഈ അഫ്ഗാൻ അതിർത്തിയുടെ പേരാണ് ഡ്യൂറൻറ്റ് ലൈൻ എന്നാണ് അതിൻ്റെ പേര്. നമ്മുടെ മക്മഹോൺ ലൈൻ പോലെ രണ്ട് രാജ്യങ്ങളും തമ്മിൽ തീരുമാനമാകാത്ത ഒരു ലൈനാണ്. ബ്രിട്ടീഷുകാർ അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് പോകുന്നു. അവരൊരു വരയും വരച്ചിട്ട് അവരുടെ പാട്ടിന് പോയി, രാജ്യം വിട്ടുപോയി. ഈ വരയുടെ പേര് കിടന്ന തർക്കങ്ങൾ നടക്കുക. ചൈനയും ഇന്ത്യയും തമ്മിൽ, അഫ്ഗാനിസ്ഥാനും അതുപോലെ പാകിസ്ഥാനും. ചൈനയും ഇന്ത്യയും തമ്മിൽ മര്യാദയ്ക്ക് ഒരു വെടിവെപ്പ് പോലും ഉണ്ടാവാതെയാണ് തർക്കങ്ങളെല്ലാം നടന്നുകൊണ്ടിരുന്നത്. ഒറ്റ വെടിവെച്ച അതിർത്തിയിൽ വന്നിട്ടില്ല. ഇത്ര പേര് മരിച്ചു കഴിഞ്ഞതും വെടിവെച്ച കൊണ്ടല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു തള്ളിക്കൊണ്ടും ഒക്കെയാണ്. മറ്റു ടൂൾസ് ഉപയോഗിച്ചതുകൊണ്ടുമാണ് മരിച്ചത്, നേരത്തെ മരിച്ച സംഭവങ്ങളില്ല. പക്ഷേ ഇവിടെ വെടിയൊച്ചകൾ അനന്തമായിട്ട് തുടരുക. തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ടാണ് ഈ സ്ഥലം ഇസ്ലാമാബാദിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമാബാദ് തലസ്ഥാനത്തെ കാര്യമായി പറയുന്നത്. ഇനി അങ്ങോട്ട് മാറിയാൽ അഫ്ഗാൻ അതിർത്തിയിലോ അവിടെ വലിയൊരു വെടിവെപ്പ് നടന്നു, കുറേ പേരെ കൊന്നു. 59 പേരെ കൊന്നു എന്നാണ് ഏറ്റവും ഒടുവിലുള്ള കണക്ക്. അപ്പോഴത്തേക്ക് ഇറാൻ, ഖത്തർ തുടങ്ങിയ രാജ്യങ്ങൾ, സൗദി അറേബ്യ, പാകിസ്ഥാനുമായിട്ട് തന്ത്രപരമായിട്ടുള്ള പങ്കാളിത്തം ഉണ്ടല്ലോ. നിങ്ങൾക്കെതിരെ ആരെങ്കിലും യുദ്ധം നടത്തിയാൽ ഞങ്ങൾക്കെതിരെയുള്ള യുദ്ധമാണെന്ന് പറഞ്ഞ ഒരു കരാറുണ്ടല്ലോ. സൗദി അറേബ്യ എന്താ പട്ടാളക്കാരെ ഇങ്ങോട്ട് വിടാത്തത്? യുദ്ധമാണ് അവിടെ നടക്കുന്നത്. തെഹ്രീക്ക് ലെബൈക്ക് പാർട്ടി ഇപ്പോൾ പാകിസ്ഥാനെതിരെ യുദ്ധമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാരണമോ സൗദി അറേബ്യയും ഖത്തറും ഇറാൻ പിന്തുണച്ചിട്ടില്ല. അതുപോലെ ഈജിപ്തും ഒക്കെ പിന്തുണച്ചിട്ടുള്ള ഗാസ കരാറിനെതിരെയാണ്. അമേരിക്കയുടെ ഉറ്റ സുഹൃത്തും തോഴനുമായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ്, അദ്ദേഹമാണല്ലോ അവിടുത്തെ ഫീൽഡ് മാർഷലിനുമൊക്കെ അസീം മുനീറിനുമൊക്കെ
അവിടെ എപ്പോഴും ചാപ്പാട് ഒരുക്കി വിരുന്ന് വെച്ച് വിളിക്കുന്ന സ്നേഹാതിരേകം കൊണ്ട്. അങ്ങനെയുള്ള ആ ട്രംപിനെതിരെയാണ് ഇന്നലെ നടന്ന വമ്പൻ പ്രകടനം. രക്തരൂഷിതമായിട്ടുള്ള പ്രകടനം, ഒരു വിപ്ലവം പോലെ രൂപമെടുത്തിരിക്കുക, യുദ്ധം പോലെ. യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ സഹായിക്കാൻ സൗദി വരുമെന്നല്ലേ പറഞ്ഞു. എവിടെ സൗദി വന്നു? സൗദി അനങ്ങിയിട്ടില്ല. ഇറാനോടൊപ്പം അവരെന്ത് പങ്കെടുത്തു, അത്രയേ ഉള്ളൂ. ഇതിൻ്റെ രസമെന്ന് പറഞ്ഞാൽ ഇറാൻ എന്ന് പറയുന്നത് സൗദിയുടെ മുഖ്യ ശത്രുവാണ്. സൗദിയുടെ മാത്രമല്ല, അമേരിക്കയുടെയും മുഖ്യ ശത്രുവാണ്. അവരോടൊപ്പമാണ് വന്നിരിക്കുന്നത് ഇറാൻ. സൗദി മറ്റൊരു കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ ആക്രമിച്ചാൽ പാകിസ്ഥാൻ ആക്രമിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ശത്രു. അതാണ് ഞാൻ പറഞ്ഞത്. പാകിസ്ഥാനെ ആക്രമിച്ചാൽ സൗദി ആക്രമിച്ചാൽ പാകിസ്ഥാൻ ചെന്ന് ആക്രമണം നടന്നപ്പോൾ ആരെയും കാണാൻ കരാർ അവിടെ ഇരിപ്പുണ്ട്. ആക്രമണം നടന്നപ്പോൾ രക്ഷിക്കാൻ പോയി. സൗദി ഒന്നും വന്നില്ല. സൗദിയുടെ വിമാനങ്ങളോ പട്ടാളക്കാരോ വന്നോ? അവരുടെ സേഫ്റ്റി അവർ നോക്കി, അവരുടെ രാജ്യത്തിൻ്റെ. അങ്ങോട്ടെങ്ങാണ് ഒരു മിസൈൽ എന്ന് കഴിഞ്ഞാൽ എത്ര പെട്രോളാണ് നഷ്ടപ്പെടാൻ പോകുന്നത്, പുകയായി പോവുക. ആ പേടി അവർക്കുണ്ട്. സ്ഥിരമായി അടി വാങ്ങുന്ന ഒന്നുമില്ല അവിടെ, നഷ്ടപ്പെടാൻ അവർക്കൊന്നുമില്ല. കുറെ കഴുതകൾ സ്ഥിരമായി അടി വാങ്ങുന്ന ഒരു രാജ്യം. അതെ, കുറെ കഴുതകൾ മാത്രമേ ഉള്ളൂ എന്ന് ബനാവൽ ഭൂട്ടോ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കയറ്റി അയക്കാൻ ഒന്നുമില്ല, കുറെ കഴുതകൾ, പിന്നെ ആരും അറിയാതെ കുറച്ച് തീവ്രവാദം. ഇത് രണ്ടുമല്ല, വേറൊന്നും കയറ്റി അയക്കാൻ ആ രാജ്യത്തിനില്ല, പാവം. അപ്പോൾ അവിടെ ഇപ്പോൾ ഈ വെടി നടക്കുകയാണ്. ഉഗ്രമായ തൃശ്ശൂർ പൂരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാമാബാദ്. അതുകൂടാതെ ഡ്യൂറന്റ് ലൈനിൻ്റെ ഇരുവശവും പാകിസ്ഥാൻ്റെയും അഫ്ഗാനിസ്ഥാൻ്റെയും സൈന്യങ്ങൾ തമ്മിൽ സംഘർഷത്തിലാണ്. ഇത് സഹിക്കാൻ വയ്യാതിപ്പോൾ ഈ രാജ്യങ്ങൾ കൂടിയിട്ട് ഖത്തർ, സൗദി, അതുപോലെ തന്നെ ഈജിപ്റ്റ്, ഈ രാജ്യങ്ങൾ കൂടി, ഇറാൻ, ഖത്തർ, സൗദി, ഇറാൻ, ഈജിപ്റ്റ് ഇടപെട്ടിട്ടില്ല. ഇറാൻ, ഈ 3 രാജ്യങ്ങൾ കൂടി ആ അതിർത്തി അങ്ങ് അടച്ചു വെച്ചിരിക്കുക. അതിർത്തി അടച്ചുകൊണ്ട് പ്രശ്നം തീരെയില്ല. വളരെ നീണ്ട അതിർത്തിയാണ്. അപ്പുറത്തൂടെ ഇപ്പുറത്തൂടെയും ഈ വെടിയുണ്ടകൾ വായിക്കാൻ വിദഗ്ധരാണ് അഫ്ഗാനിലെ താലിബാൻ ഭരണകൂടം. അവരത് ചെയ്യുക തന്നെ ചെയ്യും. അവർ പറഞ്ഞിരിക്കുന്നത്, അവരുടെ വിദേശകാര്യമന്ത്രി ഇന്ത്യയിൽ വന്നപ്പോൾ പറഞ്ഞ ഒരു വാദം, ഒരു പോയിന്റ് ഇതാണ്: ഏതാണ്ട് 1.5 കോടിയോളം ആളുകൾ അഫ്ഗാനിസ്ഥാൻ്റെ ഭാഗമായിട്ട് ആ ഡ്യൂറന്റ് ലൈനിൻ്റെ അപ്പുറത്തുണ്ട്. അവരെയാണ് ഈ പാകിസ്ഥാൻകാർ കൊന്നുകൊണ്ടിരിക്കുന്നത്. അത് ഞങ്ങളുടെ ഭാഗമാണ്. ഈ ബ്രിട്ടീഷുകാരുടെ ലൈനൊന്നും ഇവർ അംഗീകരിക്കുന്നില്ല. ഞങ്ങളുടെ രാജ്യത്ത് താമസിക്കുന്ന ഞങ്ങളുടെ ആൾക്കാരെ ആണ് ഈ പാകിസ്ഥാൻ കൊന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതൊരു യുദ്ധമായിട്ട് തീരാനേ സാധ്യതയുള്ളൂ. ഒരു ഒത്തുതീർപ്പിനും സാധ്യതയില്ലാത്ത ഒരു പ്രശ്നമാണ്. അതുകൂടാതെ കാബൂളിലേക്ക് ചെന്ന് പ്രകോപനം ഉണ്ടാക്കി പാകിസ്ഥാൻ. അതിൻ്റെ പ്രതികാരമായിട്ടാണ് 59 പട്ടാളക്കാരെ ഈ താലിബാൻ ഭരണകൂടം കൊന്നത്. ഇതുകൂടാതെ ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്ന ഒരു ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നത്, അഫ്ഗാനിസ്ഥാൻ്റെ വക്താവ് സബിഹുള്ള മുജാഹിദ് എന്ന് പറയുന്ന സംഘടനയല്ല, ഇയാളുടെ പേരാണ്. സബിഹുള്ള മുജാഹിദ് പറഞ്ഞിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനിലെ ഗവൺമെൻറ് അവിടെ സമാധാനവും പുരോഗതി കൊണ്ടുവന്നിട്ടുള്ളത് ഇന്ത്യയാണ്. അവിടെ പുരോഗതിയും കൊണ്ടുവന്നിട്ട് അത് സഹിക്കാൻ കഴിയാത്ത പാകിസ്ഥാൻ വെറുതെ അഫ്ഗാനിസ്ഥാനെതിരെ യുദ്ധം നടത്തുകയാണ്. യുദ്ധം എന്നുള്ള വാക്കാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത്. യുദ്ധമായി കഴിഞ്ഞു അപ്പോൾ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ. അപ്പോൾ നമ്മുടെ ഒരു സ്വാഭാവികമായിട്ടുള്ള സംശയം, ഏതാനും 1 മാസം മുമ്പ് ഒപ്പിട്ട പാകിസ്ഥാൻ സൗദി കരാർ പ്രകാരം പാകിസ്ഥാന് നേരെ ഏതെങ്കിലും ഒരു രാജ്യം ആക്രമണം നടത്തിയാൽ അത് തങ്ങൾക്കെതിരെയുള്ള ആക്രമണമായി കണക്കാക്കിക്കൊണ്ട് നടപടിയെടുക്കുമെന്നാണ് സൗദി അറേബ്യ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അഫ്ഗാനിസ്ഥാനെതിരെ എന്താ ഇപ്പോൾ സൗദി അറേബ്യ യുദ്ധം പ്രഖ്യാപിക്കുന്നത്? അപ്പോൾ കരാർ അവിടെ നിഷ്ക്രിയമായോ? അല്ലെങ്കിൽ കരാർ വ്യവസ്ഥ പാലിക്കാതിരിക്കുകയോ? അപ്പോൾ അത് ബ്രീച്ച് ഓഫ് ട്രസ്റ്റാണ്, വിശ്വാസവഞ്ചനയാണ്. ഒരു കരാർ ഉണ്ടാക്കിയിട്ട് അത് പാലിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്, അന്താരാഷ്ട്ര നിയമങ്ങളനുസരിച്ച്. അല്ലെങ്കിൽ നിങ്ങൾ കരാർ റദ്ദാക്കണം, കരാറിൽ നിന്ന് പിൻവാങ്ങണം. അല്ല, പാകിസ്ഥാൻ കുറച്ച് നാളുകളായി തന്നെ കഷ്ടകാലമാണ്. വിവിധ മേഖലയിൽ നിന്ന് ആക്രമണം ഉണ്ടാവുകയാണല്ലോ. കഷ്ടകാലമാണല്ലോ പണ്ട് തൊട്ട്. സാമ്പത്തികമായിട്ട് തകർന്നു, രാഷ്ട്രീയമായിട്ട് തകർന്നു കഴിഞ്ഞു. ഇമ്രാൻഖാൻ പിന്നെ തടവറയിലാക്കിയിരിക്കുകയാണ്. അതുപോലെ ഇപ്പോൾ സൈനികമായിട്ടും തകർന്നു. പറഞ്ഞാൽ 59 പട്ടാളക്കാരെ ഈ പുതുതായിട്ട് വന്ന ഒരു ഭരണകൂടത്തിന് തകർക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ അത് നേരിട്ടുള്ള യുദ്ധത്തിലാണ്. ഒളിയുദ്ധമല്ലിത്, ഗറില്ല വാർഫൈറ്റ് അല്ലിത്, നേരിട്ടുള്ള യുദ്ധത്തിൽ കൊല്ലുക. അപ്പോൾ അവരുടെ ഒരു എത്രമാത്രം സുരക്ഷിതരാണ് അവരുടെ പട്ടാളക്കാർ, എത്രമാത്രം ശക്തരാണ് അവരുടെ പട്ടാളക്കാർ എന്നൊക്കെയുള്ള ചോദ്യം ഉയർത്തുന്നു. വളരെ ദുർബലമാണ് അവരുടെ പട്ടാള പ്രതിരോധം എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രതിരോധം ശക്തമല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ അവരുടെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ വളരെ മോശമാണ്. അതുകൊണ്ടാണ് അവർ 12ഓളം പോലീസുകാരെ ഒറ്റവടിക്ക് ഈ തെഹ്രീക്ക് ലബൈക്ക് എന്ന് പാർട്ടിക്ക് കൊല്ലാൻ കഴിഞ്ഞിട്ടുള്ളത്. ആകെ താറുമാറായി. ലോ ആൻഡ് ഓർഡർ, അതിർത്തി, പ്രതിരോധം,
അതുപോലെ തന്നെ സാമ്പത്തികം, ധനകാര്യം, ഇതെല്ലാം തകർന്ന് രാഷ്ട്രീയം സ്ഥിരതയുണ്ടോ രാഷ്ട്രീയമായിട്ട്? ഇമ്രാൻഖാൻ പകയോടുകൂടിയിരിക്കുക. മറ്റൊരു വിപ്ലവം ഇപ്പോൾ ഉടനെ തുടങ്ങും ഇമ്രാൻഖാൻ. പിന്നെ പാക് ഓക്കുപ്പൈഡ് കാശ്മീർ, ബലൂചിസ്ഥാൻ നീറുന്ന കീറാമുട്ടികളായിട്ട് തന്നെ തുടരുക. പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുന്നതല്ല. അതിനിടയ്ക്കാണ് ഇടയ്ക്കിടയ്ക്ക് പോയി അമേരിക്കയിൽ കുറച്ച് ശാപ്പാട് കിട്ടുന്നത്. അത് മാത്രമേ ഇപ്പോൾ പാകിസ്ഥാന് ഒരു ആനുകൂല്യമായിട്ട് കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ്. 9 ഭീകര താവളങ്ങളും വിമാനത്താവളങ്ങളുമാണ് ഇന്ത്യ നശിപ്പിച്ച് കളഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ പോലും ഇതുവരെ റെഡിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ രാജ്യത്തിന് എങ്ങനെ മറ്റൊരു രാജ്യത്തിനെതിരെ പ്രതിരോധം നടത്താൻ കഴിയും? താറുമാറായിപ്പോയി പാകിസ്ഥാൻ പ്രതിരോധം. അതാണ് വസ്തുത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.